ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ കൊടും ശൈത്യമുള്ള ഒരു നാട്ടിൽ 2 ആൺകുട്ടികൾ മഞ്ഞ് പുതച്ച ഒരു തടാകത്തിന് മുകളിൽ കളിക്കുകയായിരുന്നു. പെട്ടെന്ന് ഭയാനകമായ ഒരു ശബ്ദത്തോടെ ഒരു കുട്ടി നിന്നിരുന്ന മഞ്ഞുപാളി തകർന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അവൻ ഐസ് പാളികൾക്കിടയിലൂടെ തണുത്തുറഞ്ഞ വെള്ളത്തിലേക്ക് വീണുപോയി. തൻ്റെ സുഹൃത്ത് മരണത്തിലേക്ക് മുങ്ങിത്താഴുന്നത് കണ്ട മറ്റേ കുട്ടി പരിഭ്രാന്തനായി. സഹായത്തിനായി അവൻ ചുറ്റും നോക്കി, ഉറക്കെ വിളിച്ചുകൂവി. പക്ഷേ ആ വിജനമായ സ്ഥലത്ത് അവൻ്റെ ശബ്ദം കേൾക്കാൻ ആരുമുണ്ടായിരുന്നില്ല. മഞ്ഞുപാളികൾക്കടിയിൽ തൻ്റെ കൂട്ടുകാരൻ്റെ ശ്വാസം നിലയ്ക്കുന്നത് അവന് കാണാമായിരുന്നു. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ അടുത്തുള്ള ഒരു വലിയ മരത്തിനടുത്തേക്ക് ഓടി. അതിൻ്റെ ഉണങ്ങിയതും എന്നാൽ കട്ടിയുള്ളതുമായ ഒരു വലിയ ശിഖരം അവൻ തൻ്റെ സർവ്വശക്തിയും എടുത്ത് വലിച്ചൊടിച്ചു. തിരികെ തടാകക്കരയിലെത്തിയ അവൻ ആ മരച്ചില്ല കൊണ്ട് മഞ്ഞുപാളികൾക്ക് മുകളിൽ ആഞ്ഞടിച്ചു. ഓരോ തവണ പ്രഹരിക്കുമ്പോഴും അവൻ്റെ കൈകൾ വേദനിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ പിന്മാറിയില്ല. ഒടുവിൽ ആ കട്ടിയുള്ള മഞ്ഞുപാളി തകരുകയും അവൻ്റെ സുഹൃത്തിനെ സുരക്ഷിതമായി പുറത്തെടുക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാരും മെഡിക്കൽ സംഘവും അത്ഭുതപ്പെട്ടുപോയി. അത്രയും ചെറിയൊരു കുട്ടിക്ക് എങ്ങനെ ഇത്രയും വലിയൊരു മരച്ചില്ല ഒടിക്കാനായി? കട്ടിയുള്ള മഞ്ഞുപാളികൾ തകർക്കാൻ അവന് എവിടെ നിന്ന് കരുത്ത് ലഭിച്ചു? അതൊരു അസാധ്യമായ കാര്യമാണെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജ്ഞാനിയായ ഒരു വൃദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. നിനക്കത് സാധിക്കില്ല എന്ന് പറഞ്ഞ് അവനെ നിരുത്സാഹപ്പെടുത്താൻ അവിടെ ആരുമുണ്ടായിരുന്നില്ല എന്നതാണ് അതിൻ്റെ രഹസ്യം. സ്വന്തം കഴിവിൽ സംശയം ജനിപ്പിക്കാൻ അവിടെ ആരുമില്ലാതിരുന്നപ്പോൾ ആ കുട്ടി തൻ്റെ ഉള്ളിലെ കരുത്ത് പൂർണ്ണമായും പുറത്തെടുത്തു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമാകുന്നത് നമ്മുടെ കഴിവില്ലായ്മയല്ല, മറിച്ച് മറ്റുള്ളവരുടെ നിഷേധാത്മകമായ വാക്കുകളാണ്. നിനക്കത് സാധിക്കില്ല, ഇത് നിന്റെ പരിധിക്ക് അപ്പുറമാണെന്നൊക്കെയുള്ള നിരുത്സാഹപ്പെടുത്തലുകൾ നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 1:7 ഇപ്രകാരം പറയുന്നു: ദൈവം നമുക്ക് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രയും നൽകിയിട്ടുള്ളത്. മനുഷ്യ സഹജമായ ഭയത്തെയും മറ്റുള്ളവരുടെ പരിഹാസങ്ങളെയും അതിജീവിക്കാൻ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കരുത്ത് ദൈവവിശ്വാസവും ആത്മവിശ്വാസവുമാണ്. ലോകം മുഴുവൻ നമ്മെ നിരുത്സാഹപ്പെടുത്തിയാലും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഈ ദിവ്യമായ കരുത്തിൽ വിശ്വസിച്ചാൽ ഏത് കഠിനമായ പ്രതിസന്ധികളെയും തകർത്ത് വിജയത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങളിൽ മനം നീറിടുമ്പോൾ നാഥാ നീ കൂടെയുണ്ടാകണേ. പ്രയാസങ്ങളിൽ മനം നീറിടുമ്പോൾ നാഥാ നീ കൂടെയുണ്ടാകണേ. പ്രാണപ്രിയ എൻ്റെ യേശുനാഥാ, എന്നെന്നും നീ എൻ്റെ തണലാകണേ. പ്രാണപ്രിയ എൻ്റെ യേശുനാഥാ, എന്നെന്നും നീ എൻ്റെ തണലാകണേ. പ്രതിസന്ധികളിൽ ഞാൻ തളർന്നിടുമ്പോൾ നാഥാ നീ കൂടെയുണ്ടാകണേ. പ്രതിബന്ധങ്ങൾ എന്നെ തളച്ചിടുമ്പോൾ നാഥാ നീ കൂടെയുണ്ടാകണേ. പ്രതിസന്ധികളിൽ ഞാൻ തളർന്നിടുമ്പോൾ നാഥാ നീ കൂടെയുണ്ടാകണേ. പ്രതിബന്ധങ്ങൾ എന്നെ തളച്ചിടുമ്പോൾ നാഥാ നീ കൂടെയുണ്ടാകണേ.